യേശുവിൻ്റെ അത്ഭുതങ്ങളുടെ ഒരു പീക്ക് മൊമെൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ദിവസങ്ങളിലെ ഗോസ്പലെല്ലാം യേശു അത്ഭുതങ്ങൾ ചെയ്ത് കടന്നു പോകുന്നതാണ്. അങ്ങനെ ഇന്ന് യേശു കഫർനാമിലെത്തി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. അവിടെ യേശു വന്നെന്ന് കേട്ടപ്പോൾ ജനം തിങ്ങിക്കൂടുകയാണ്. വചനം പറയുന്നത് വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ കൂടിയെന്നാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന വളരെ രസകരമായൊരു ഇൻസിഡൻ്റ് ഉണ്ട്. യേശുവിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും എത്താൻ വേണ്ടി കുറച്ചുപേർ ചേർന്ന് ആ വീടിൻ്റെ മേൽക്കൂര അങ്ങ് പൊളിച്ചു. എന്നിട്ട് ആ തളർവാദ രോഗിയെ താഴെ ഇറക്കി. ഈ അത്ഭുതം കണ്ട് യേശുവിനെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞ് ആ വചനത്തിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ അവസാനിച്ചു. കാര്യങ്ങളൊക്കെ വളരെ കയ്യടിയോടെയാണ് അവസാനിക്കുന്നത്. കുറേ പേരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും മഹത്വമുള്ള ചില പ്രകടമായ രീതികളും അതിൽ ക്രിസ്തുവിൻ്റെ തിരിച്ചുള്ള മറുപടിയും അവസാനം തളർവാദ രോഗിയുടെ സൗഖ്യവും എല്ലാം കൊണ്ടും ഗോസ്പൽ വളരെ മനോഹരമാണ്. ഒടുവിൽ യേശു പോയി, അതുകൊണ്ട് തന്നെ കൂടെയുള്ള ജനക്കൂട്ടവും പോയി. ഇപ്പോൾ അവിടെ തനിയെ നിൽക്കുന്ന ഒരാളുണ്ട്. അയാളെയാണ് നാം ധ്യാനിക്കുന്നത്. അയാളുടെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷേ ആ ധ്യാനത്തിലൂടെ തിരിച്ചറിയണം ആ വീട്ടുടമസ്ഥൻ. യേശു വരുന്നു എന്നറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ യേശുവിന് വേണ്ടി വീടൊക്കെ ഒരുക്കി വെച്ചു. വീടൊക്കെ കഴുകി വളരെ കൃത്യമായി യേശുവിനെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ആ വീട് ഇപ്പോൾ മനോഹരമാണ്. അങ്ങനെ യേശു വീട്ടിൽ വന്നു എന്നറിയുമ്പോൾ തന്നെ വലിയ ജനക്കൂട്ടം വന്നു. ഒരുപക്ഷെ യേശുവിനോട് ആ മനുഷ്യന് സംസാരിക്കാൻ പോലും ഒരു അവസരം കിട്ടിക്കാണില്ല. അത്രത്തോളം ജനങ്ങളായിരുന്നു. എല്ലാവരും പോയി, യേശുവും പോയി. എന്നിട്ട് അയാളൊന്ന് തല ഉയർത്തി നോക്കുമ്പോൾ മേൽക്കൂരയില്ല. അയാൾ എന്തൊരു വേദനയിലായിരിക്കും കടന്നുപോയത്. യേശുവിന് സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ അയാളുടെ വീടിൻ്റെ മേൽക്കൂര നഷ്ടപ്പെട്ടു പോയി. ഇന്ന് അയാൾ മഞ്ഞിൽ കിടന്നുറങ്ങണം. നാളെ അയാൾ വെയിലിനെ പേടിക്കണം. ഇന്ന് അയാൾക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ്. യേശുവിനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ ഇന്ന് അയാൾക്ക് നഷ്ടത്തിൻ്റെ ഒരു കഥയാണ്. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് ഒരു പ്രതീക്ഷയുള്ളത് കുറേ പേർ നേട്ടങ്ങൾ നേടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ നഷ്ടങ്ങളൊന്നും സാരമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ആരാകണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പേര് പോലും രേഖപ്പെടുത്താതെ പോയ സുവിശേഷത്തിലെ വീട്ടുടമസ്ഥനാകണം. അതാണ് ഇന്നത്തെ ധ്യാന വിഷയം. നമ്മളൊക്കെ ക്രിസ്തുവിനെ ഉള്ളിൽ സൂക്ഷിക്കുന്നവരാകണം. അങ്ങനെ കുറേ മനുഷ്യർ നാമാകുന്ന വീട്ടിൽ ക്രിസ്തുവിനെ തേടിയെത്തും. എന്നിട്ട് ക്രിസ്തുവിനോട് സംസാരിക്കും, ക്രിസ്തുവിനോട് അവർ ഇടപഴകും. അങ്ങനെ ക്രിസ്തുവിനെ അവർ നേടും. സൗഖ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒത്തിരി കഥകൾ അവർക്ക് നമ്മുടെ വീട്ടിലെ വന്ന് ക്രിസ്തുവിനെ കണ്ടുമുട്ടി അവർ കടന്നു പോകും. ഒടുവിൽ നമുക്കെന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒന്ന് കാണാൻ പോലും അവസരം കിട്ടാത്ത വിധത്തിൽ ക്രിസ്തുവും പോകും. അതുകൊണ്ട് തന്നെ ഒരു നഷ്ടത്തിൻ്റെ കഥയായിരിക്കും നമുക്ക് ബാക്കിയുണ്ടാവുക. സാരമില്ലെന്നേ, കുറച്ച് മനുഷ്യർ ഇങ്ങനെ വേണം ക്രിസ്തുവിന്. പേരറിയാതെ ക്രിസ്തുവിന് വേണ്ടി വീടൊരുക്കി വെച്ച് അവസാനം ക്രിസ്തുവിന് വേണ്ടി മേൽക്കൂര നഷ്ടപ്പെട്ട് ഒരു നഷ്ടത്തിൻ്റെ കഥ മാത്രം പറയാവുന്ന സുവിശേഷത്തിലെ ചില മനുഷ്യർ. ഇങ്ങനെ ഒരു മനുഷ്യരാകാനാണ് ചിലപ്പോൾ നമ്മളും ഈ ഭൂമിയിൽ വിളിക്കപ്പെട്ടത്. ക്രിസ്തുവിന് വേണ്ടി ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ജീവിതം തേച്ചിട്ടുണ്ടാകാം. നമ്മളുടെ ആയുസ്സിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. ഞാൻ ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയാൻ തക്ക വിധത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ഇനി നമുക്ക് വിശേഷിപ്പിക്കാനുണ്ടാകാം. ഈ വിശേഷണങ്ങളും കഥകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കെന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ തിരിച്ച് ഒന്നുമില്ല എന്ന് പറയാനായിരിക്കും നമുക്ക് വിധി. ഒന്നുമില്ല എന്നല്ല, ചിലപ്പോൾ നഷ്ടത്തിൻ്റെ കഥ പോലും നമുക്കുണ്ടായിരിക്കും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ആരും കാണാത്ത ഈ കാര്യങ്ങൾ ആ ക്രിസ്തു കാണാതെ പോകുമോ? തീർച്ചയായിട്ടും എല്ലാവരും പോയി കഴിയുമ്പോൾ അവൻ്റെ അടുത്ത് രഹസ്യമായി ചെവിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകണം. അത് സുവിശേഷത്തിൽ എഴുതാതെ പോയിട്ടുണ്ടാകണം. അങ്ങനെ ക്രിസ്തുവും അവനും തമ്മിലുള്ള രഹസ്യബന്ധത്തിനിടയിൽ അവൻ്റെ നഷ്ടങ്ങളൊക്കെ അവൻ നേട്ടമാക്കാൻ തക്ക വിധത്തിൽ ചില തിരുശേഷിപ്പുകൾ ക്രിസ്തുവിന് നൽകാതെ പോവില്ലല്ലോ. പ്രിയമുള്ളവരെ, നമ്മളാകുന്ന വീട്ടിലും ചില മനുഷ്യർക്ക് ക്രിസ്തുവിനെ തേടി വന്ന് അവർ നേട്ടങ്ങൾ നേടിക്കൊണ്ട് പോകുമ്പോൾ ഒരു നഷ്ടത്തിൻ്റെ കഥകൾ മാത്രം സൂക്ഷിക്കാൻ വിധിക്കപ്പെട്ടവരാകും നാം. സാരമില്ല, രഹസ്യത്തിൻ്റെ ഒരു സൂക്ഷിപ്പുകാരനായി ക്രിസ്തു ചില തിരുശേഷിപ്പുകൾ നമ്മുടെ ജീവിതത്തിലും തരും. അത് നമ്മളും അവന് മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങളാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
നാമവും